ഇന്ത്യൻ മാർക്കറ്റ് ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം റിക്കവറി ഫേസിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി നൽകിയത്. നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ 1% ഉയരുകയും 24,100 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. BJP നയിച്ച NDA അലയൻസ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ വിജയിച്ചതും ഓയിലിൻ്റെ പ്രൈസിലുണ്ടായ ഇടിവും MSI റീബാലൻസിങ്ങിൽ ഇന്ത്യക്കുള്ള വെയിറ്റേജ് വർദ്ധിച്ചതും മാർക്കറ്റിൽ വരും ദിവസങ്ങളിലും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നിലനിർത്തിയേക്കും. അതേസമയം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന GDP ഡേറ്റ 2023 Q2 ശേഷമുള്ള ഏറ്റവും മോശം ഡേറ്റയും കൂടാതെ ഇതൊരു മ്യൂട്ടഡ് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്റ്റുമായതുകൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറയാൻ സാധ്യതയുണ്ട്. വരുന്ന ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കം, US ജോബ് ഡേറ്റ, മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് PMI ഡേറ്റ തുടങ്ങിയവയായിരിക്കും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസംബർ 4 ആരംഭിച്ച് ഡിസംബർ 6 അവസാനിക്കുക. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ ആയിരിക്കും ആരംഭിക്കുക. രണ്ടാമത്തേത്, പല ഗ്ലോബൽ എക്കണോമിക് ഡേറ്റയും ഗ്ലോബൽ മാർക്കറ്റിനെ വോളറ്റൈലാക്കാനും അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, വെഹിക്കിൾ സെയിൽസ് ഡേറ്റ, ഫാക്ടറി ഓർഡേഴ്സ്, നോൺ ഫാം പേറോൾ ഡേറ്റ തുടങ്ങിയവ. ഡൊമസ്റ്റിക് എക്കണോമിക് ഡേറ്റയും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കും. മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും സർവീസ് PMI ഡേറ്റയും ഡിസംബർ 2 പുറത്തുവരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നവംബർ മാസത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 45,974 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയത്. ഇതിന് മുൻപ് ഒക്ടോബർ മാസത്തിൽ 1.14 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച മാത്രം 6,925 കോടി രൂപയുടെ ബൈയിങ് നടത്തി. മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ നവംബർ മാസത്തെ നെറ്റ് ബൈയിങ് 44,484 കോടിയായി മാറുകയും ചെയ്തു. 10 വർഷത്തെ ട്രഷറി ഈൽഡും ഡോളർ ഇൻഡെക്സും കറക്റ്റായിട്ടുണ്ട്. 107.55 നിന്നും ഡോളർ ഇൻഡെക്സ് 105.78 എന്ന ലെവലിലേക്ക് എത്തി. കൂടാതെ ടെക്നിക്കൽ വ്യൂ നമ്മൾ പരിശോധിച്ചാൽ 24,350 വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ലെവലാണ്. 24,350 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ 24,700, 24,800 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ 23,250, 23,300 തുടങ്ങിയ സോണുകളിൽ മാർക്കറ്റിന് മികച്ച സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സ് 14.43 നിന്നും 10.4 കൂൾ ഓഫ് ആയത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട റെയിൽവേ സെക്ടറിലെ 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് RVNL കഴിഞ്ഞ ദിവസം 1.8% ഇടിഞ്ഞ് 434 ക്ലോസിംഗ് നൽകി. 89,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.34, 52 വീക്കിലോ 162, 52 വീക്ക് ഹൈ 647. RVNL എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, RVNLന് പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും ഹൈ ടെൻഷൻ ലോ ടെൻഷൻ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചു. 642 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിക്ക് ഇലക്ട്രിഫിക്കേഷൻ, ഡബിളിംഗ്, സിഗ്നൽ വർക്ക്സ് എന്നിവയുമായി ബന്ധപ്പെട്ടും ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടും ഓർഡറുകൾ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 21% CAGR കൂടിയുള്ള വളർച്ചയാണ് റീസെൻ്റ്ലി കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തത്. RVNL എന്ന കമ്പനിയുടെ സ്ട്രോങ് ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ 83,221 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്കുള്ളത്. RVNL എന്ന സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിലും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. രണ്ടാമത്തേത് റെയിൽടെൽ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് 52 വീക്കിലോ 273, 52 വീക്ക് ഹൈ 617. റെയിൽടെൽ എന്ന കമ്പനിക്ക് നോർത്തേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. റെയിൽടെൽ എന്ന കമ്പനി പാൻ ഇന്ത്യ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ സ്റ്റാൻഡലോൺ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർലി റിസൾട്ടിൽ 6.58% വർദ്ധിച്ച് 72 കോടിയും റവന്യൂ 40% വർദ്ധിച്ച് 843 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. റെയിൽടെൽ എന്ന സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയും ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.